കോട്ടയം മീനടുത്താണ് വിനോദ് കുമാറും ഭാര്യ കുഞ്ഞുമോളും താമസിച്ചിരുന്നത്. ഇവരിവിടെ കുഞ്ഞുമോളുടെ വീട്ടിലാണ് താമസം. കുഞ്ഞുമോൾക്ക് വയസ്സായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. കുഞ്ഞുമോൾക്ക് 44 വയസ്സും വിനോദിന് 46 വയസ്സുമാണ് പ്രായം. വിനോദും കുഞ്ഞുമോളും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇവർക്ക് കുട്ടികളൊന്നുമില്ല. വിനോദിൻ്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ജോലി ഒന്നും ഇയാൾക്കില്ല. ഇയാൾ ഒരു ഗുണ്ടയാണ്. മീനെടുത്ത മിക്ക കേസുകളിലും പ്രതിയാണ് ഈ വിനോദ്. വിനോദും കുഞ്ഞുമോളും ആദ്യം താമസിച്ചിരുന്നത് വിനോദിൻ്റെ അച്ഛനമ്മമാർക്കൊപ്പമാണ്. എന്നാൽ വിനോദ് നാട്ടിൽ മാത്രമല്ല വീട്ടിലും പ്രശ്നക്കാരനായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു കേറിക്കിടക്കാടം കൂടി എഴുതി തരണമെന്ന് പറഞ്ഞ് അയാൾ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനെല്ലാം കൂട്ട് ഇവൻ്റെ ഭാര്യ കുഞ്ഞുമോളും. ഇതൊന്നും കൂടാതെ ചില ലഹരി കച്ചവടമൊക്കെ വിനോദ് നടത്തിയിരുന്നു. ഇതൊക്കെ വീടിനകത്തേക്കും കൊണ്ടുവന്നതോടെ വിനോദിൻ്റെ അച്ഛൻ ഇതിനെ ശക്തമായി എതിർത്തു. അച്ഛൻ്റെ എതിർപ്പ് കനത്തതോടെ വിനോദ് ആ മനുഷ്യനെ ദേഹോപദ്രവം ഏൽപ്പിക്കാനും തുടങ്ങി. ഒടുവിൽ എല്ലാ രീതിയിലും സഹികെട്ട ആ അച്ഛൻ മകൻ ലഹരി കച്ചവടം ചെയ്യുന്നുണ്ടെന്നും അതിൽ പലതും വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും വയസ്സായ തന്നെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പോലീസിൽ പരാതിയുമായി എത്തുകയാണ്. അങ്ങനെ അച്ഛൻ്റെ പരാതിയിൽ വിനോദിൻ്റെ വീട്ടിൽ നിന്നും പോലീസ് വിനോദിനെയും തെളിവ് മുതലുമൊക്കെ കണ്ടെത്തി കൊണ്ടുപോവുകയാണ്. ഒടുവിൽ വിനോദ് അഴിക്കുള്ളിലുമായി. ഈ ഒരു സംഭവത്തോടെ കുഞ്ഞുമോള് ആ വീട്ടിൽ നിന്നും മീനെടുത്ത തൻ്റെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഈ മാസം അത്രയും വിനോദിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുമോള് പല ശ്രമങ്ങളും നടത്തുകയാണ്. ഒടുവിൽ വിനോദിന് കുഞ്ഞുമോളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ജാമ്യം കിട്ടി. അയാൾ പുറത്തിറങ്ങി. ഇത്രയും മാസങ്ങൾ സമാധാനത്തിൽ കഴിഞ്ഞ വിനോദിൻ്റെ അച്ഛനമ്മമാർക്ക് വീണ്ടും മനസമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ പുറത്തിറങ്ങിയിട്ടും വിനോദ് കുടുംബ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ചിലപ്പോൾ ജയജീവിതം അവനെ മാറ്റിക്കാണും എന്ന് ചിന്തിച്ചിരുന്ന ആ അച്ഛനമ്മമാർക്ക് അറിയില്ലായിരുന്നു ഇതൊരു താൽക്കാലിക ആശ്വാസമാണെന്നും. തന്നെ ജയിലിലേക്ക് അയച്ച അച്ഛനോടുള്ള പക അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. വിനോദ് ഒടുവിൽ കുടുംബ വീട്ടിലെത്തുകയും അമ്മയുടെ മുന്നിലിട്ട് സ്വന്തം അച്ഛനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി തന്നെ ആ അച്ഛൻ മരിച്ചു. പട്ടാപ്പകല് ഈ ഒരു അരുംകൊല നടത്തിയ വിനോദ് കുമാർ അങ്ങനെ വീണ്ടും അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇരുമ്പഴിക്കുള്ളിലാവുകയാണ്. അതോടെ കുഞ്ഞുമോള് വീണ്ടും ആ വീട്ടിൽ ഒറ്റയ്ക്കായി. ഇതിപ്പോൾ ആദ്യം പോയതുപോലെ അല്ല, കൊലക്കേസാണ്. കുഞ്ഞുമോൾക്കറിയാം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. വിനോദ് ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അയാൾ ശിക്ഷ കഴിഞ്ഞ് യാത്രയൊക്കെ ചെയ്ത് പുലർച്ചെ ഒരു 5:30 മീനെടുത്ത വീട്ടിലേക്ക്, അതായത് ഭാര്യ വീട്ടിലേക്ക് എത്തുകയാണ്. ഭാര്യ വീട്ടിലെത്തിയ വിനോദ് അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്തായിരിക്കും വിനോദ് അവിടെ കണ്ട ആ കാഴ്ച? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. അച്ഛനെ കൊന്ന കുറ്റത്തിന് വിനോദ് ജയിലിലായി. സെല്ലിലേക്ക് ചെല്ലുമ്പോഴാണ് ആ സെല്ലിനുള്ളിൽ ഒരാൾ കിടക്കുന്നത്. അതായത് പയ്യപ്പാടി സ്വദേശിയായ സന്തോഷ് എന്ന വർഗീസ്. സന്തോഷ് ഒരു റിമാൻഡ് പ്രതിയാണ്. ഇയാളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു കൊടും ക്രിമിനൽ എന്ന് തന്നെ പറയാം. സന്തോഷ് നാട്ടിലൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലൊക്കെ ആയിരുന്നു. ഇയാളുമായിട്ട് ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി തെറ്റിപ്പിരിഞ്ഞു. അതിനുശേഷം സന്തോഷ് ഈ പെൺകുട്ടിക്ക് നിരന്തരം ഒരു ഭീഷണിയായി മാറുകയാണ്. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്തു. ഈ ഒരു വൈരാഗ്യം സന്തോഷിനെ ഭ്രാന്തനാക്കിയെന്ന് തന്നെ പറയാം. വഴിയരികിൽ ഈ കുട്ടിയെ കാത്തു നിന്ന സന്തോഷ് മാപ്പ് പറയാൻ എന്നോണം അടുത്ത് കൂടുകയും കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ആ കുട്ടിയുടെ ദേഹമാസകലം ഒഴിച്ചിട്ട് കടന്നു കളയുകയും ചെയ്തു. 85% കൂടുതൽ പൊള്ളലേറ്റ ആ പെൺകുട്ടി മരണപ്പെട്ടു. ആ കേസിലാണ് സന്തോഷിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 90 ദിവസം കഴിഞ്ഞ് ഇയാളുടെ റിമാൻഡ് കാലാവധി തീർന്ന് ജാമ്യം കിട്ടുകയില്ലയോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഇതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ വിനോദ് കുമാർ സന്തോഷും ആ സെല്ലിനുള്ളിൽ കൂടുതൽ അടുക്കുകയാണ്. ഒരേ മെൻറ്റാലിറ്റിയുള്ള 2 ക്രിമിനലുകൾ ഒന്നിച്ചു എന്നതാണ് സത്യം. ജയിലിലായിട്ടും ഇനിയൊരു കൊല ചെയ്യാനുള്ള മടി 2 പേർക്കും നിശേഷമില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമോളുടെ ആ അമ്മ മരണപ്പെടുകയും ചെയ്തു.
അപ്പോൾ അതിലൊക്കെ ഭയങ്കര സങ്കടമാണ് വിനോദിന്. അതായത് ആ വീട്ടിൽ കുഞ്ഞുമോൾ ഇനി ഒറ്റയ്ക്കാണ്. വിനോദിന് ഭാര്യ ഒറ്റയ്ക്കായതിൽ ഭയങ്കര വിഷമമാണ്. ഈ വിഷമം ഈ ഒരു സെല്ലിൽ കിടക്കുന്ന സന്തോഷിനോട് ഇയാൾ പറയുകയാണ്. എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണ്, അവിടെ ആരുമില്ല. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് നിനക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ നീ അവിടെ പോയി അവളെ ഒന്ന് കാണുകയും അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണമെന്ന്. ഇത് കേട്ട സന്തോഷ് അതിനെന്ത്, ഞാൻ നോക്കിക്കോളാം എന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ആസിഡ് ഒഴിച്ച് കൊന്നവന് 90 ദിവസത്തിന് ശേഷം ജാമ്യം കോടതി കൊടുത്തു. സന്തോഷ് പുറത്തും വിനോദ് ഇപ്പോൾ അകത്തും. ജയിലിൽ നിന്നിറങ്ങിയ സന്തോഷ് അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് മീനെടുത്ത് കൂട്ടുകാരനായ വിനോദിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ എത്തിയ സന്തോഷ് കുഞ്ഞുമോളെ കണ്ട് ജയിലിൽ നിന്നും വിനോദ് പറഞ്ഞതനുസരിച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞു. ഭർത്താവിൻ്റെ അടുത്തു നിന്നും വന്നതാണെന്ന് അറിഞ്ഞ കുഞ്ഞുമോൾക്ക് ഭയങ്കര സന്തോഷം. വിനോദിനെ നല്ല രീതിയിൽ കുഞ്ഞുമോള് വീട്ടിൻ്റെ അകത്തേക്ക് ക്ഷണിച്ച് വരുത്തി സൽക്കരിക്കുകയാണ്. വിനോദ് ജയിലിലെ വിശേഷങ്ങളെല്ലാം അവരോടിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. സന്തോഷ് എന്നിട്ട് പറയുകയാണ്, അവൻ പുറത്തിറങ്ങും വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നോക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാൻ എല്ലാം അവൻ ഇറങ്ങും വരെയും നോക്കിക്കോളാം. കുഞ്ഞുമോക്ക് ഒരാശ്വാസവും സന്തോഷവും ഒക്കെ തോന്നി. പിന്നീട് അങ്ങോട്ട് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു വീട്ടുകാരനെ പോലെ സന്തോഷ് നോക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൊണ്ട് തന്നെ സന്തോഷ് എല്ലാ രീതിയിലും വിനോദിൻ്റെ സ്ഥാനത്തായി. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വീട്ടിൽ ഇവർ ഒരുമിച്ച് ജീവിതവും തുടങ്ങി. ഇതെല്ലാം അയൽപക്കക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും പ്രതികരിച്ചില്ല. കാരണം സന്തോഷ് ജയിലിൽ നിന്നും വിനോദ് പറഞ്ഞ് വന്നിട്ടുള്ള ആളാണെന്നും കൂടി അറിഞ്ഞപ്പോൾ ഇവനെ എല്ലാവർക്കും പേടിയായി. ഇടയ്ക്കൊക്കെ വിനോദിനെ കാണാൻ ഈ സന്തോഷ് ജയിലിലേക്ക് പോവുകയും ചെയ്യും. ഒരു കൂടപ്പിറപ്പിനെ പോലെ കുഞ്ഞുമോളെ സംരക്ഷിക്കുന്നതറിഞ്ഞുള്ള സന്തോഷവും സമാധാനവും ഒക്കെയാണ് വിനോദിന് സെല്ലിനകത്ത്. അങ്ങനെ വിനോദ് ജയിലിൽ നിന്നും ഇറങ്ങുകയാണ്. ആ വിവരമറിഞ്ഞ് സന്തോഷും കുഞ്ഞുമോളും കൂട്ടിക്കൊണ്ടുവരാൻ ജയിലിലേക്ക് പോകാൻ ഇങ്ങനെ ഇരിക്കവെയാണ് വിനോദിനെ പറഞ്ഞ ഡേറ്റിൽ നിന്നും ഒരു ദിവസം മുന്നേ റിലീസ് ചെയ്യുന്നത്. ഈ വിവരം സന്തോഷും കുഞ്ഞുമോളും അറിഞ്ഞില്ല. വിനോദ് ജയിലിൽ നിന്നും ഇറങ്ങി യാത്ര ചെയ്ത് പുലർച്ചെ മീനടത്ത ഭാര്യ വീട്ടിലെത്തി. അവിടെ എത്തിയ വിനോദിനെ കണ്ട കുഞ്ഞുമോള് ശരിക്കും ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവ് ഭർത്താവിൻ്റെ. ഇതിൽ ഭാഗ്യം എന്തെന്നാൽ സന്തോഷ് ആ ദിവസം ആ വീട്ടിലില്ലായിരുന്നു. വിനോദ് കുഞ്ഞുമോളുടെ അമ്പരപ്പ് കണ്ടപ്പോൾ കരുതിയത് നാളെ വരുമെന്ന് കരുതി ഇന്നേ വന്നതിലുള്ള ഞെട്ടലാണ് ഭാര്യയ്ക്കെന്ന്. ഇതിലും കുഞ്ഞുമോളും സന്തോഷും വിനോദിൻ്റെ വരവ് അറിഞ്ഞ ഉടൻ തന്നെ സന്തോഷിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. വിനോദ് വന്നതറിഞ്ഞ് രാവിലെ തന്നെ സന്തോഷ് പാഞ്ഞവിടെ എത്തി. സന്തോഷിനെ കണ്ട സന്തോഷം വിനോദിനും തൻ്റെ കുടുംബം ഇത്ര ഭംഗിയായിട്ട് നോക്കിയതിൻ്റെ നന്ദി പ്രകടനമൊക്കെ ഇങ്ങനെ നടത്തുകയാണ് വിനോദും. അതിനുശേഷം 2 പേര് ഒരുമിച്ചിരുന്ന് മദ്യപാനം തുടങ്ങി. ഈ മദ്യപാനവും ആഘോഷവും ഒക്കെ ഇങ്ങനെ പിന്നെ സ്ഥിരമാവുകയാണ് ആ വീട്ടിൽ. എന്നും രാത്രിയാകുമ്പോൾ സന്തോഷ് ഒരു കുപ്പിയുമായി അവിടെ എത്തും. 2 പേരും ഇരുന്ന് മദ്യപിക്കുകയും ഇതിനാവശ്യമുള്ള എല്ലാം ഒരുക്കി കൊടുക്കുന്നത് കുഞ്ഞുമോളും. വിനോദിന് ഇതുവരെയും യാതൊരു സംശയങ്ങളും ഒന്നിലുമില്ല, എല്ലാം ക്ലിയറാണ്. വിനോദ് ഇല്ലാത്ത സമയത്തൊക്കെ സന്തോഷും കുഞ്ഞുമോളും ആ വീട്ടിൽ പഴയതുപോലെ ഒന്നിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പോകവെയാണ് മദ്യപാനത്തിനിടെ വിനോദും സന്തോഷും അവരുടെ പഴയ ക്രിമിനൽ പരിപാടികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നത്. ക്രിമിനൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസം, ലഹരി കച്ചവടം, കൂലിത്തല്ല്, ഇങ്ങനെയൊക്കെ. ഇതുവഴി കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ച ഇവർ വീണ്ടും ആ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സന്തോഷിനെ 90 ദിവസം കഴിഞ്ഞ് ജാമ്യത്തിലാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് എന്നാലും ഇപ്പോഴും നടക്കുകയാണ്. ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. ഒരുപാട് നിബന്ധനകളോടെയാണ് ഈ ജാമ്യം ഇവന് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കേസിൽ പോലീസ് പിടിച്ചാൽ ഇയാൾ അപ്പോൾ അകത്താണ്. ഈ ഒരു കോടതി നിബന്ധന ഇരിക്കെയാണ് സന്തോഷ് വീണ്ടും ക്രിമിനൽ പരിപാടിയുമായിട്ട് ഇറങ്ങുന്നത്. വിനോദും പോലീസ് തൻ്റെ ഫോണിലോ മറ്റോ ട്രാക്ക് ചെയ്യുമോ ഒക്കെ എന്ന ഭയത്തിലാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുഞ്ഞുമോളുടെ ഫോണിൽ കൂടെയാണ് ചെയ്തിരുന്നത്. ആരോടെങ്കിലും സംസാരിക്കാനായാലും കോളുകൾ വന്നാലും കുഞ്ഞുമോളുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കുഞ്ഞുമോൾക്കും അറിയാം. സന്തോഷിനെ കുഞ്ഞുമോള് വിളിച്ചാലോ കുഞ്ഞുമോളെ സന്തോഷ് വിളിച്ചാലോ അതെല്ലാം അപ്പോൾ തന്നെ അവൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് സന്തോഷ് വിനോദിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീടൊക്കെ വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്.
അപ്പോഴാണ് വിനോദ് മറ്റൊരാളുടെ ഫോൺ മോഷ്ടിക്കുന്നത്. ആ ഫോൺ വഴിയാണ് പിന്നെയുള്ള ഇടപാടുകളൊക്കെ നടത്തിയിരുന്നത്. അതിന് കാരണം ചിലപ്പോൾ തൻ്റെ ഭാര്യയുടെ ഫോണും പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ കുഴപ്പമാവും എന്ന് ഭയന്നാണ് വിനോദ് കുഞ്ഞുമോളുടെ ഫോൺ മാറ്റിയിട്ട് മറ്റൊരുത്തൻ്റെ ഫോൺ കൈക്കലാക്കിയിട്ട് ഈ പരിപാടികളെല്ലാം അതുവഴി നടത്തുന്നത്. വിനോദ് അങ്ങനെ ഒരു ഫോൺ തട്ടിക്കൂട്ടി. മോൾക്കും ഇതൊരാശ്വാസമായി. ഇനി തൻ്റെ ഫോൺ എന്തായാലും എടുക്കില്ലല്ലോ, അപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് തനിക്കും സന്തോഷിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യാം. തൻ്റെ ഫോണ് ഇനി സ്വതന്ത്രമായിട്ട് തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇതൊക്കെയാണ് കുഞ്ഞുമോളുടെ മനസ്സിൽ. അതാണ് കുഞ്ഞുമോൾക്ക് പറ്റിയ മണ്ടത്തരവും ആകുന്നത്. ഒരു ദിവസം നാളെയേ വരികയുള്ളൂ, ഒരു പണിയുണ്ടെന്ന് പറഞ്ഞ് വിനോദ് പോവുകയാണ്. ഒപ്പം സന്തോഷമുണ്ട് ഈ പണിക്ക്. ഇവരുടെ ഈ പണി എന്തെന്ന് ഊഹിക്കാമല്ലോ. പിറ്റേ ദിവസം വെളുപ്പിന് വിനോദ് വീട്ടിലെത്തി ആരെയോ ഫോൺ വിളിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഈ അടിച്ചു മാറ്റിയ ഫോണിൻ്റെ ചാർജ് തീർന്നിരിക്കുന്നത്. വിനോദ് ഉടനെ തന്നെ ആ ഫോൺ ചാർജിലിട്ടിട്ട് കുഞ്ഞുമോളുടെ ഫോൺ മേശപ്പുറത്തിരുന്ന ആ ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് സ്ക്രീനിൻ്റെ മേളിൽ മിസ്ഡ് കോൾ വന്നിരിക്കുന്നത് കണ്ടത്. ചിരിക്കുന്നത് സന്തോഷാണ്. ഇതെന്തിന് രാത്രി സന്തോഷ് ഇവളെ വിളിച്ചത്? അവൻ എൻ്റെ കൂടെയല്ലേ ഇന്നലെ മൊത്തം ഉണ്ടായിരുന്നത്, എന്നിട്ട് ഇവളുടെ ഫോണിൽ ഇവൻ എന്തിനു വിളിക്കണം എന്ന് ചിന്തിച്ച വിനോദ് കുഞ്ഞുമോളുടെ ഫോണ് മൊത്തത്തിലെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. പരിശോധിച്ചപ്പോഴാണ് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇയാൾ കാണുന്നത്. എല്ലാം വായിച്ചപ്പോൾ താൻ എത്രമാത്രം ചതിക്കപ്പെട്ടു എന്ന് വിനോദിന് മനസ്സിലായി. ഇത്രയും കാലം നോക്കാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചവനാണ് ഈ ദ്രോഹം തന്നോട് ചെയ്തിരിക്കുന്നത്. അവ മാത്രമല്ല അവളും. അയാൾക്ക് കലി അടക്കാനായില്ല. കുഞ്ഞുമോളോട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വിനോദ് ചോദിക്കുകയാണ്. ഒടുവിൽ കുഞ്ഞുമോള് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം എല്ലാം ഇയാൾ തെളിവോടെയാണ് ചോദിക്കുന്നത്. പിന്നെ നിന്നും മാറാൻ പറ്റത്തില്ല. വിനോദ് കലി തീരും വരെ അവളെ അടിച്ച് അവശയാക്കി എന്ന് തന്നെ പറയാം. അവസാനം ചത്തുപോകും എന്ന ഒരു നില വന്നപ്പോൾ കുഞ്ഞുമോള് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞാൻ ഇനി എന്ത് വേണം എന്ന് നിങ്ങളൊന്ന് പറ, അതുപോലെ ഞാൻ ചെയ്യാം. ഇത് കേട്ട വിനോദ് മർദ്ദനമൊക്കെ നിർത്തി ഇരുന്നൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഈ തെറ്റിന് ശിക്ഷയായി നീ മരിക്കണം, അല്ലെങ്കിൽ അവനെ കൊല്ലണം. അവൻ മരിക്കണം അല്ലെങ്കിൽ നീ മരിക്കണം. ഏത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചു. ഒട്ടും വൈകാതെ തന്നെ കുഞ്ഞുമോള് പറഞ്ഞു, എനിക്ക് ജീവിക്കണം, നമുക്ക് അവനെ തന്നെ കൊല്ലാം. പിന്നീട് ആലോചിച്ച ശേഷം വിനോദ് പറഞ്ഞു, നീ അവനെ സ്നേഹത്തോടെ ആരുമില്ല ഇവിടെ എന്ന് പറഞ്ഞ് പഴയതുപോലെ വിളിച്ചു കയറ്റണം. ഞാൻ തൃശ്ശൂർ വരെ പോയിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞാൽ മതി. അത് അവൻ്റെ അവസാന ദിവസമായിരിക്കണം. കുഞ്ഞുമോള് സന്തോഷത്തോടെ അതെല്ലാം സമ്മതിച്ചു. കാരണം അവൾക്ക് ജീവിക്കാനാണ് ആഗ്രഹം. 2017 ഓഗസ്റ്റ് 23 കുഞ്ഞുമോള് പ്ലാൻ പ്രകാരം സന്തോഷിനെ വിളിച്ചു വരുത്തുകയാണ് ഈ വീട്ടിലേക്ക്. അയാൾ ഇവിടെ ഇല്ല, തൃശ്ശൂർ പോയിരിക്കുകയാണ്, നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ടപാടെ സന്തോഷ് വിനോദിൻ്റെ വീട്ടിലോട്ടെത്തി. ഈ സമയം വിനോദ് അടുക്കളയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. സന്തോഷ് നേരെ ബെഡ്റൂമിലെത്തി കട്ടിലിൽ കയറിയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇവൻ കുഞ്ഞുമോളുടെ ശരീരമൊക്കെ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. ഈ ഭാര്യയുടെ ശരീരവർണ്ണന കേട്ട് കൺട്രോൾ തെറ്റിയ വിനോദ് നേരെ അങ്ങോട്ടേക്ക് ചെന്നു. ഇവനെ കണ്ടതും സന്തോഷമൊന്ന് ഞെട്ടി. പിന്നീട് ഒട്ടും താമസിച്ചില്ല, വിനോദ് അവിടെ കിടന്നൊരു തടി കൊണ്ട് സന്തോഷിൻ്റെ തലക്കടിച്ച് വീഴ്ത്തുകയാണ്. അടി കൊണ്ട് വീണ അവനോട്, നീ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തടി കൊണ്ട് പൊതിരെ അടിക്കാൻ തുടങ്ങി. അടിയിൽ അവസാനം സന്തോഷ് മരണപ്പെടുകയും ചെയ്തു. മരിച്ച ശേഷം അയാളുടെ തല ഇവൻ അറുത്തു മാറ്റിയിട്ട് കുഞ്ഞുമോള് ഈ 2 കൈ, അതായത് സന്തോഷിന് 2 കൈ കുഞ്ഞുമോളും വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഓരോ ഭാഗവും പീസായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ കട്ട് ചെയ്ത് 2 ചാക്കിൽ നിറച്ചു. എല്ലാം കൂടി കെട്ടിപ്പറക്കി ഇവർ മാന്നാനം മന്ദിരം കലങ്കിൽ ഈ ചാക്കുകൾ കൊണ്ട് കളയുകയാണ്. തല മാത്രം തിരുനെൽ പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കളഞ്ഞു. എന്നിട്ട് ഇവർ വീട്ടിലേക്ക് മടങ്ങി. മന്ദിരം കലങ്കിനടുത്ത് ദിവസങ്ങൾക്ക് ശേഷം അതുവഴി നടന്നുപോയ യാത്രക്കാരന് ഭയങ്കരമായിട്ടൊരു ദുർഗന്ധം അടിക്കുകയാണ്. അയാൾ അവിടുത്തെ ഒരു ജനപ്രതിനിധിയെ അറിയിക്കുകയും അയാൾ പോലീസിൽ വിവരം എത്തിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് അവിടെ എത്തിയപ്പോഴാണ് ഇത് പയ്യപ്പാടിയിലെ സന്തോഷാണെന്ന് കണ്ടെത്തുന്നത്. പിന്നീട് സന്തോഷിൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് തിരുനെൽ പാലത്തിനടിയിൽ നിന്നും അതും കിട്ടുന്നത്.
ഈ അന്വേഷണം വിനോദിലോട്ടും കുഞ്ഞുമോളിലോട്ടും പിന്നെ എത്തി. കാരണം നാട്ടുകാർ പല മൊഴികളും കൊടുത്തിരുന്നു, ഇവർ മൂന്നുപേരും തമ്മിലുള്ള സഹവാസമൊക്കെ. നീണ്ട വർഷത്തെ വിചാരണയ്ക്ക് ശേഷം 2025 കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ നാസർ വിനോദ് കുമാറിന് കുഞ്ഞുമോക്കും ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. 5 ലക്ഷം രൂപ പിഴയും പിഴ ഒടുക്കിയില്ലെങ്കിൽ 2 കൊല്ലം കൂടി എക്സ്ട്രാ ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി പറഞ്ഞു. ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.